ഈ സോവനീർ പ്രബോധന രംഗത്തെ പുതിയ സംരംഭം. ആദർശ പഠന രംഗത്ത് പുത്തൻ രീതിശാസ്ത്രം. പ്രഭാഷണങ്ങൾ, അഭിമുഖങ്ങൾ, ചർച്ചകൾ. പ്രാമാണികം, ആധികാരികം. പഠനവും വിനോദവും. ഈ സോവനീർ. SYS മലപ്പുറം ജില്ലാ സമ്മേളനോപഹാരം. പ്രസാദനം SYS ജില്ലാ കമ്മിറ്റി മലപ്പുറം. വാദിസലാം. സ്നേഹഗീതം പാടിയേ സ്നേഹസാഗര വീതിയേ മാനവ മലർവാടിയേ മോഹനപ്പൂ ചൂടിയേ. സ്നേഹഗീതം പാടിയേ സ്നേഹസാഗര വീതിയേ മാനവ മലർവാടിയേ മോഹനപ്പൂ ചൂടിയേ. സാരസമായി വമിക്കുന്നേ സാന്ത്വന വാക്ക് പരത്തുന്നേ പാവന ജീവിതമാക്കുന്നേ ആരിലും ശാന്തി വിതക്കുന്നേ സുന്നി യുവജന സംഘം സുഹൃതമിത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين يؤذون المؤمنين والمؤمنات بغير ما اكتسبوا فقد احتملوا بهتانا وإثما مبينا. صدق الله مولانا العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹധരങ്ങൾ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നിങ്ങളുമായി വളരെ സുപ്രധാനമായ ഒരു വിഷയം ചർച്ച ചെയ്യുവാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. ഇന്ന് കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ വിവാദം സൃഷ്ടിച്ച ഒരു വിഷയമാണ് ജിന്ന്, സിഹിർ, പിശാച്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു വിഷയം കേരളീയ ഇസ്ലാമിക പരിസരത്ത് ചർച്ച ചെയ്യപ്പെടാനുണ്ടായ കാരണം? അത് മുജാഹിദിലെ ഇരു ഗ്രൂപ്പുകളും തമ്മിലുണ്ടായ തർക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു വിഷയം മുസ്ലിംകൾ ചർച്ച ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. നാളിതുവരെ മുസ്ലിം ലോകം അനുഷ്ഠിച്ചിരുന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും ഇസ്ലാമിന്റെ പരിധിക്ക് പുറത്താണെന്നും അതുകൊണ്ട് പാരമ്പര്യ മുസ്ലിമീങ്ങൾ മുശ്രിക്കുകളാണെന്നും വാദിച്ചവരായിരുന്നു കേരളത്തിലെ ഇരുവിഭാഗം വഹാബികൾ. എത്രത്തോളം എന്ന് വെച്ചാൽ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജിന് പോകുന്ന മുസ്ലിമീങ്ങളിൽ ഭൂരിപക്ഷത്തിന്റെയും ഹജ്ജ് സ്വീകാര്യമല്ലെന്നും, കാരണം അവിടെ വന്ന് ഹജ്ജ് ചെയ്യുന്നത് അബൂജഹലുകളാണെന്നും മുശ്രിക്കുകളാണെന്നും വരെ പ്രസംഗിക്കുവാൻ മലയാള ഭൂമികയിൽ ആളുകളുണ്ടായി എന്നത് എത്രമാത്രം ഭീകരമായ സംഹാരാത്മകമായ ഒരു തൗഹീദാണ് ഈ വിഭാഗം ആളുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല, ഇതിന്റെ നേർസാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോന്നറിയില്ല, പുതിയ വിഷയമായിട്ടൊന്നല്ല ഞാൻ പറയാണ്. മിനായിൽ ദുരന്തം ഉണ്ടായി അല്ലേ? ഹജ്ജിന് ഈ വർഷം ദുരന്തം ഉണ്ടായി, കുറെ ആളുകൾ മരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ അവിടെ ആളുകൾ മരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഇസ്ലാമികമായ ഹജ്ജല്ല നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ല?
അവിടെ റസൂലുള്ള ജബലുർ റഹ്മയിൽ ദുൽഹജ്ജ് 9 1,00,000-ഓളം സഹാബികളുമായി വന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഹജ്ജ് ചെയ്യാൻ വന്നു. ആ പ്രവാചകന്റെ കൂടെ ഹജ്ജിന് വന്ന 1,00,000-ലധികം വരുന്ന സഹാബികൾ അവരാരാ? മുവഹിദുകളാണ്, തൗഹീദുള്ള ആളുകൾ, നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച ആളുകൾ, നബി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, നബി കാണിച്ചതിനെ ഫോളോ ചെയ്ത ആളുകൾ. അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു. ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട്? അവിടെ അബൂജഹലുമാർ അവിടെ ഹജ്ജ് ചെയ്യുന്നു, ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. അബൂജഹലിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂലുള്ള അവിടെ. കാരണം എന്താ വെച്ചാൽ അതുവരെ അവർ ചെയ്ത ഹജ്ജ് ഷിർക്കിന്റെ ഹജ്ജാണ്. അള്ളാഹിനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഹജ്ജ്, തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ഹജ്ജ്. തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജ് ഉണ്ടോ? ഇല്ല. നിസ്കാരം ഉണ്ടോ? ഇല്ല. സക്കാത്ത് ഉണ്ടോ? ഇല്ല. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഹജ്ജിന് ചെല്ലുന്നത്, അല്ലേ? ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു. മുവഹിദുകൾ മാത്രമാണ് ഒരു 5 ലക്ഷം ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ. ബാക്കിയൊക്കെ ഔട്ടായി. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ മുസ്ലിം ലോകത്തെ മുശ്രിക്കാക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അബൂജഹലിനേക്കാൾ വലിയ കാഫിറുകളാക്കാൻ വേണ്ടി കേരളത്തിലെ പുരോഹിതന്മാർ സ്വീകരിച്ച ഏറ്റവും വലിയ പ്രശ്നം തൗഹീദിന് വിരുദ്ധമായ ആശയങ്ങൾ മുസ്ലിമീങ്ങൾ വെച്ചു പുലർത്തുന്നു എന്നതായിരുന്നു. എന്നാൽ ഈയിടെയായി ജിന്ന് പിശാച്ച് പ്രശ്നം രൂക്ഷമായപ്പോൾ ഏത് തൗഹീദ് ഉപയോഗിച്ചുകൊണ്ടാണ് മുസ്ലിമീങ്ങളെ ഇവർ മുശ്രിക്കാക്കുന്നത് എന്ന് പഠനം നടത്തേണ്ട ഒരു ബാധ്യത കേരളത്തിലെ മുജാഹിദുകൾക്കും ഒന്നു ചേർന്നു എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. കാലം ഒരിക്കലും കുറ്റവാളികളോട് മാപ്പ് കൊടുത്ത ചരിത്രമില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം ലോകത്തെ ശിർക്കാരോപണം നടത്തി അവരെ പിശാചിന്റെ ആളുകളായി ചിത്രീകരിച്ച ആളുകൾ സ്വയം പിശാചിന്റെ ആളുകളായി അവതരിക്കുന്ന ഏറ്റവും കൗതുകകരമായ കാഴ്ച കേരളം കാണേണ്ടി വന്നു. ഇവിഷയകമായി ചില പ്രശ്നങ്ങൾ നമ്മുടെ മുജാഹിദ് സുഹൃത്തുക്കളുമായി പങ്കുവെക്കുമ്പോൾ അവര് നേരത്തെ പഠിച്ചു വെച്ച ഒരു ഉത്തരമുണ്ട്. അത് ഞങ്ങളിൽപ്പെട്ട ഏതാനും ചില ആളുകൾ അവര് പ്രസംഗത്തിൽ വന്ന ചില പിശകുകൾ മാത്രമാണ്, അതവർ തിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തിരുത്തിയതിന് പിന്നാലെ നിങ്ങൾ എന്തിനു പോകുന്നു എന്ന് സാധാരണ അവർ ചോദിക്കാറുണ്ട്. ആ വാദം ഒരിക്കലും ശരിയല്ല. എന്തുകൊണ്ട്? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കേവലം ഒരു തിരുത്ത് എന്ന പേരിൽ എന്ത് തിരുത്തി, എവിടെ തിരുത്തി, എന്തുകൊണ്ട് തിരുത്തി എന്ന് പറയാതെ ഒരു തിരുത്ത് നേരത്തെ ഇവർ പ്രസിദ്ധീകരിച്ചിരുന്നു എന്നത് ശരിയാണ്. പക്ഷേ വ്യക്തമായ ഒരു നിർദ്ദേശമില്ലാതെ, വ്യക്തമായ ഒരു സൂചനയില്ലാതെ എന്ത് തിരുത്തി എന്ന് പറയാത്ത കാലത്തോളം ഞങ്ങൾ നിങ്ങളെ പിന്നാലെ കൂടുമെന്ന് മടവൂരികൾ പറഞ്ഞപ്പോ ഇവർ ഗതിമുട്ടി. അങ്ങനെ ഇസ്ലാഹ് മാസികയിൽ മിസ്റ്റർ പാലത്തുമായി ഒരു അഭിമുഖം നൽകുകയുണ്ടായി. ഈ അഭിമുഖത്തിൽ ഇദ്ദേഹം പറയുന്നത്, ഓരോ സത്യവിശ്വാസിക്കും ഒരു ജിന്നിന്റെ സപ്പോർട്ടുണ്ടെങ്കിൽ അപകടങ്ങളിൽ നിന്ന് വരെ രക്ഷപ്പെട്ടേക്കുമെന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അതാണ് തിരുത്തിയ പ്രധാനപ്പെട്ട വിഷയം. എന്നിട്ട് ഇദ്ദേഹം പറയുന്നത്, അഥവാ മനുഷ്യന് അപകടഘട്ടങ്ങളിൽ തുണയാകാൻ അള്ളാഹു നിശ്ചയിച്ചതും നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നതും ജിന്നുകളിൽപ്പെട്ട കരീൻ അല്ല, മലക്കുകളാണ്. അദ്ദേഹത്തിന്റെ പ്രശ്നം അത്രയേ ഉള്ളൂ. മനുഷ്യനെ സഹായിക്കുവാൻ ജിന്നുകളുണ്ട് എന്ന് പറഞ്ഞത് ശരിയല്ല, പക്ഷെ മലക്കുകളുണ്ട് എന്നാണ് പറയേണ്ടത് എന്നാണ്. അടിസ്ഥാനപരമായി ഈ തിരുത്തായിട്ടില്ല. കാരണം അള്ളാഹു അല്ലാതെ അദൃശ്യമായി നമ്മെ സഹായിക്കാൻ മറ്റാരെങ്കിലും ഉണ്ടോ ഇല്ലേ എന്നതാണല്ലോ മടവൂരികളും കേരളത്തിലെ മൗലവി ഗ്രൂപ്പും തമ്മിലുള്ള തർക്കം. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിൽ ജിന്നി എന്നത് മലക്ക് എന്നാക്കി മാറ്റി എന്നത് ഉപേക്ഷിച്ചാൽ, എന്നത് മാറ്റിവെച്ചാൽ പ്രത്യേകിച്ച് തിരുത്തൊന്നും ഇവർ നൽകിയിട്ടില്ല. എന്നു മാത്രമല്ല, ജിന്നുകൾ രോഗം വരുത്തുമെന്നും ജിന്ന് കൂടുമെന്നും പിശാച്ച് കൂടുമെന്നൊക്കെ ഇവർ പറഞ്ഞിരുന്നു. മാത്രവുമല്ല,
മനുഷ്യരുമായി പിശാച്ച് ബന്ധത്തിലേർപ്പെടും, ലൈംഗിക ബന്ധത്തിലേർപ്പെടും എന്നൊക്കെ പാലത്ത് പ്രസംഗിച്ചിരുന്നു. ഇതൊക്കെ തിരുത്തിയ വിഷയമാണോ? ഒരിക്കലുമല്ല. മറിച്ച് അദ്ദേഹം തന്നെ പിന്നീട് ഈ പ്രശ്നം അദ്ദേഹത്തോട് ചോദിച്ചപ്പോ വളരെ കൃത്യമായി അതെ രോഗം പരത്തുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് അദ്ദേഹം തെളിവുദ്ധരിച്ച് പറയുന്നുണ്ട്. ഇവിടെ എഴുതി വെച്ചിരിക്കുക ശൈത്താനാണ് രോഗം പരത്തുന്നത്. അതെ, ഏറ്റവും കടുത്ത രോഗത്തിൽ അയ്യൂബ് അലൈഹിസ്സലാം കടുത്ത രോഗത്തിൽ അദ്ദേഹം പ്രയാസപ്പെട്ടു എന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. അദ്ദേഹത്തെ ശൈത്താൻ ബാധിച്ചു എന്നും ഖുർആനിലുണ്ട്. അതുകൊണ്ട് തന്നെ തിരുത്തി എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ഇവർക്ക് സാധിക്കുകയില്ല. എന്ന് മാത്രമല്ല, പിന്നീട് വന്ന ഇസ്ലാഹു മാസികകളിലൊക്കെ ജിന്നിനെയും സിഹിറിനെയും, ജിന്നുമായി ബന്ധപ്പെടുന്നതിനെയും ജിന്ന് കൂടുന്നതിനെയും സിഹിർ ഉണ്ടാകുന്നതിനെയും സ്ഥിരീകരിക്കുന്ന ധാരാളം ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ജിന്നിനോട് സഹായം ചോദിക്കാമെന്നു വരെ വളരെ വ്യക്തമായ ഭാഷയിൽ ജിന്നിനോടും മലക്കിനോടും സഹായം ചോദിക്കാമെന്ന് വരെ 2007 ഏപ്രിൽ മാസത്തെ ഇസ്ലാഹ് മാസികയിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ആരും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ വിഷയം ജിന്ന്, സിഹിർ, പിശാച്ച്, വഹാബി, തൗഹീദ് എന്നുള്ളതാണ്. മുസ്ലിം ലോകത്തെ മുശ്രിക്കാക്കാൻ വേണ്ടി ഇവർ ഉപയോഗിച്ച തൗഹീദ്, അതിൽ ഇവർക്ക് എത്രമാത്രം സ്ഥിരതയുണ്ട്, ഇവർ എത്രമാത്രം അതിൽ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു എന്ന് നാം ഇവിടെ പരിശോധിക്കുകയാണ്. നോക്കൂ നിങ്ങൾ സുഹൃത്തുക്കളെ, മറഞ്ഞ വഴിക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന വിശ്വാസത്തിനാണ് മുമ്പൊക്കെ ഇവർ തൗഹീദ് എന്ന് പറഞ്ഞിരുന്നത്. യഥാർത്ഥത്തിൽ ഈ വിഷയകമായി മുസ്ലിം ലോകത്തിന്റെ വിശ്വാസം എന്താണ്? മറഞ്ഞ വഴിക്കാവട്ടെ തെളിഞ്ഞ വഴിക്കാവട്ടെ ഉപകാരവും ഉപദ്രവവും ഖൈറും ഷെറും വരുത്തുന്നവൻ അള്ളാഹു മാത്രമാണ് എന്നാണ് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്നല്ലാതെ സഹായമില്ല തന്നെ. വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസ്വീർ, അല്ലാഹു അല്ലാതെ നിങ്ങളെ സഹായിക്കുകയില്ല തന്നെ. വിശുദ്ധ ഖുർആൻ. വഅന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ, മുഴുവൻ കഴിവുകളും അല്ലാഹുവിങ്കൽ നിന്ന് മാത്രമാകുന്നു. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഇതൊക്കെയും അള്ളാഹുവിങ്കൽ നിന്ന് മാത്രമാണ് എല്ലാ നിലക്കുള്ള സഹായവും എന്നതിന്റെ തെളിവാണ്. ഇത് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളെ, മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണെന്ന് വിശ്വസിക്കുന്ന അർദ്ധ തൗഹീദിന്റെ ആളുകൾ, മറഞ്ഞ വഴിക്കും തെളിഞ്ഞ വഴിക്കും ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിവുള്ളവൻ അള്ളാഹു ആണെന്ന് വിശ്വസിക്കുന്ന പൂർണ്ണ മുവഹിദുകളെ ശിർക്കാക്കുന്ന, മുശ്രിക്കുകളാക്കുന്ന കൗതുകകരമായ ഒരു രംഗമാണ് കേരളത്തിൽ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മുടെ സഹോദരന്മാർ മനസ്സിലാക്കണം, ജിന്നി വിവാദം ഉണ്ടായതോടുകൂടി ഇവര് നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് കണ്ണേറിൽ വിശ്വസിക്കുന്നത് തൗഹീദിന് വിരുദ്ധമാണെന്നാണ് സക്കറിയ സലാഹിയെ പോലെയുള്ള ഇവരുടെ വലിയ വലിയ പ്രാസംഗികന്മാർ പറഞ്ഞിരുന്നത്. എന്തുകൊണ്ട്? നാം ഒരു വസ്തുവിനെ നോക്കുന്ന സമയത്ത് ആ വസ്തുവിന് എന്തെങ്കിലും അപകടമുണ്ടാകുന്നു, അത് നമുക്ക് ഭൗതികമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് മറഞ്ഞ വഴിക്കുള്ള ഒരു ഉപദ്രവമാണ്. മറഞ്ഞ വഴിക്കുള്ള ഉപദ്രവം അള്ളാഹുവിങ്കിൽ നിന്ന് മാത്രമേ ഉണ്ടാകൂ, നമ്മുടെ ഒരു നോട്ടം കൊണ്ടുണ്ടാവുകയില്ല എന്നാണ് ഈ ഭാഗം പ്രചരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ കണ്ണേറിൽ വിശ്വസിക്കുന്നത് തൗഹീദിന് വിരുദ്ധമാണെന്ന് ഈ സക്കരിയ സലാഹി മുമ്പ് പ്രസംഗിച്ചത് നിങ്ങൾ കേൾക്കുക. പിന്നെ കണ്ണേറ് അല്ലേ, നമ്മുടെ വീട്ടിന്റെ പെരപ്പുറത്ത് ഒരു 5-6 കുമ്പളങ്ങ അല്ലെങ്കിൽ 5-6 വെള്ളരി അല്ല 5-6 മത്തൻ നിൽക്കുന്നത് കണ്ടു. അങ്ങനെ ഒരു അമൂട്ടിയാക്കയിൽ എങ്ങനെയാണ് പോകുമ്പോ, എന്താ സൈനവ എന്റെ കുമ്പളങ്ങയൊക്കെ ഉഷാറായിട്ടുണ്ടല്ലോ എന്നാണ്. അമൂട്ടിയാക്ക വെറുതെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോ 1 വീണ് 2 വീണ് ആകെ മത്തം മുഴുവൻ പോയി. ആ മനുഷ്യന്റെ ഒരു നാവേ എന്നിട്ട് പിന്നെ നാട്ടിലാകെ പാട്ടായി. അമൂട്ടിയാക്ക അതിലും വരുന്നുണ്ടെങ്കിൽ നോയിക്കോളുണ്ട്. അതാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ നമ്മളെ ആളുകൾ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇട്ട് മറച്ചു വെക്കും. എന്തെങ്കിലും ഒരു മത്തൻ ഉണ്ടായാൽ അതിന്റെ മുകളിൽ പട്ടി നോക്കൂ. എന്താണ് ഇദ്ദേഹം പറഞ്ഞത്? മറഞ്ഞ വഴിക്കുള്ള ഉപകാരം ഉപദ്രവവും അള്ളാഹുവിങ്കൽ നിന്ന് മാത്രമാണെന്ന് വിശ്വസിക്കണം, അതാണ് തൗഹീദ്. അതുകൊണ്ട് കണ്ണേറിൽ വിശ്വസിക്കുന്നത് തൗഹീദിന് വിരുദ്ധമാണ്. എന്നാൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് പറഞ്ഞത്? ഇന്നൽ ഐന ഹഖ്ഖുൻ, കണ്ണേറ് സത്യമാകുന്നു, കണ്ണേറ് സത്യമാകുന്നു. എന്നാൽ ജിന്നി വിവാദമുണ്ടായപ്പോ
ശംസുദ്ദീൻ പാലത്ത് ഈ സത്യം അംഗീകരിക്കേണ്ടി വന്നു. അദ്ദേഹം ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് കണ്ണേറ് സത്യമാണ് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. താങ്കളെ അലട്ടുന്ന ദ്രോഹിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മിൻ ശർരി കുല്ലി നഫ്സിൻ, താങ്കളെ അലട്ടുന്ന ദ്രോഹിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മിൻ ശർരി കുല്ലി നഫ്സിൻ, അതേപോലെ എല്ലാ ഷർറിൽ നിന്നും, ഔ ഐനി ഹാസിദിൻ, അസൂയക്കാരന്റെ കണ്ണേറിൽ നിന്നും. കണ്ണേറ് ഇന്നൽ ഐന ഹഖുൻ, കണ്ണേറ് സത്യമാണ്. പക്ഷെ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ അതെ ഇപ്പോൾ എന്തായി? ഒരു കാലത്ത് തൗഹീദിന് വിരുദ്ധമായത് ഇപ്പോൾ തൗഹീദായി മാറുന്നു. ഇങ്ങനെ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്ന തൗഹീദ്, ഈ തൗഹീദ് ഉപയോഗിച്ചുകൊണ്ടാണോ നിങ്ങൾ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നതിന്റെ പേരിൽ യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുന്ന മുസ്ലിം ലോകത്തിനെ ശിരിക്കാക്കുന്നത്? ദിവസവും ഷൂവും കുപ്പായവും ഒക്കെ മാറ്റുന്നത് പോലെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു തൗഹീദ് ഉപയോഗിച്ചുകൊണ്ടാണോ? തൗഹീദ് ദിവസവും മാറ്റാനുള്ളതാണോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പ്രസംഗം കേട്ടുകൊണ്ട് തൗഹീദ് സ്വീകരിച്ചുകൊണ്ട് മരിച്ചുപോയ ആളുകളില്ലേ നിങ്ങൾ ഇത് മാറ്റുന്നതിന് മുമ്പ്? അവര് സ്വർഗത്തിലായിരിക്കുമോ നരകത്തിലായിരിക്കുമോ? അവര് പൂർണ്ണമായ തൗഹീദാണോ ഉൾക്കൊണ്ടിട്ടുള്ളത്? അള്ളാഹുവിന്റെ റസൂൽ വ്യക്തമായി പറഞ്ഞ ഒരു ഹദീസ് നിഷേധിക്കുകയല്ലേ സലാഹി നേരത്തെയുള്ള പ്രസംഗത്തിൽ ചെയ്തത്? എന്നിട്ട് അതാണ് തൗഹീദ് എന്ന് പറയുന്നത്. കഴിഞ്ഞില്ല. ഇതുപോലെ തന്നെയാ സിഹിറിന്റെ വിഷയം. മുസ്ലിം ലോകം വ്യക്തമായി പഠിപ്പിച്ച സംഗതിയാ സിഹിർ എന്നത് ഒരു യാഥാർത്ഥ്യമാണെന്ന്. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അത് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ബുഖാരിയിൽ തന്നെ 5-ലേറെ ഹദീസുകൾ സിഹിറുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. എന്നിട്ടും സിഹിറിന് യാഥാർത്ഥ്യമില്ലെന്ന് മൗലവിമാർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. എനിക്ക് സിഹിർ ചെയ്യട്ടെ, അങ്ങനെ സിഹിറുണ്ടെങ്കിൽ എന്ന് സക്കരിയ സലാഹി വെല്ലുവിളിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ മാരണം ചെയ്തു എന്ന വിശ്വാസം ഒരാളെ കുറിച്ച് നമുക്കുണ്ടായാൽ അത് നമ്മൾ തിരുത്തണം. അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. തൗഹീദ് അനുസരിച്ച് ഇപ്പൊ ചില ആളുകൾക്ക് സംശയം, അത് ഫലിക്കോ ഫലിക്കൂലെന്ന് ചർച്ച ചെയ്യണം. എന്തിനാ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫലിക്കൂലെന്നല്ലേ നമ്മളെ വിശ്വാസം. അതനുസരിച്ച് നമ്മൾ നിന്നാ മതി. എത്ര ചെഴുത്താന്മാർ ഒന്നിച്ച് സീർ ചെയ്താലും ഇപ്പൊ ഞമ്മക്ക് വെല്ലുവിളിക്കുന്നു. ഞങ്ങളൊക്കെ ഇപ്പൊ ഇതിന്റെ എതിരിൽ പ്രസംഗിച്ച് നടക്കുന്ന ആളുകളാ. എന്നാ ഈ സീറന്മാർക്ക് ഞങ്ങൾക്കൊക്കെ എതിരിലൊക്കെ അന്ന് സീർ ചെയ്തൂടെ? അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പാറാലിക്കത്തിന് പകരം വേറെ എവിടെയെങ്കിലും പോയി ഇറങ്ങൂലേ? ചിലപ്പോ പറയുന്നത് അങ്ങനെയാണ്, യാത്ര പുറപ്പെട്ടാൽ തിരിച്ചുവിടാൻ കഴിയുന്ന പൊട്ടിരിക്കാതൊക്കെ എന്ന് പറയാം. അതിനല്ല എന്തെങ്കിലും കൂടോത്രം ചെയ്താൽ പാറാലിക്ക് വന്ന് ഞാൻ വേറെ എവിടെ പോയി ഇറങ്ങൂല. അന്ധവിശ്വാസത്തെ കുറിച്ച് പ്രസംഗിക്കാൻ പോകുന്ന ചങ്ങായി മോൻ അവിടെ എത്താതെ തട്ടിത്തിരിഞ്ഞ് എവിടെങ്കിലും എത്തുമെന്ന് വിചാരിച്ചാൽ പോരെ. മാത്രമല്ല ഇസ്രായേലിനെതിരെ ഒരു വലിയ സിഹിറൻ ചെയ്താൽ പോരെ. അറബ് രാഷ്ട്രങ്ങളൊക്കെ പാടെ കൂടി കോടിക്കണക്കിന് ഉറുപ്പ്യ ചെലവാക്കിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇസ്രായേലിനെ കൊണ്ട്. അവർ ഇസ്രായേലിനെതിരെ സിഹിറൻ ചെയ്താൽ പോരെ. അപ്പൊ സുഹൃത്തുക്കളെ, മറഞ്ഞ മാർഗത്തിലൂടെ ഖൈറും ഷർറും വരുത്താൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരാള് സിഹിർ വലിക്കൂലെന്ന് പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യം. ഇത്രയും രൂക്ഷമായി സിഹിറില്ല എന്നും അത് തട്ടിപ്പാണെന്നും അങ്ങനെ വല്ലവർക്കും സിഹിർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇസ്രായേലിനെതിരെ സിഹിർ ചെയ്യട്ടെ, എനിക്കെതിരെ സിഹിർ ചെയ്യട്ടെ എന്ന് വാദിക്കുകയും ചെയ്ത ഈ സക്കരിയ സലാഹി തന്നെ അതേ നാവുകൾ കൊണ്ട് അദ്ദേഹം തിരിച്ചു പറയുന്നത് സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ വൻ പാപങ്ങളിൽ ഒന്നായിട്ട് അതിനെണ്ണിയത് അല്ലേ? ഒന്നാമത്തെ വൻപാപം ശരിക്ക്, രണ്ടാമത്തേടാ സിഹിർ. ഇല്ലാത്ത ഒരു കാര്യത്തെ നിരോധിക്കേണ്ട കാര്യമില്ലല്ലോ. അവ യാഥാർത്ഥ്യമുണ്ട്, ആളുകൾ അത് ഉപയോഗിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. പിന്നെ ചില ആളുകൾ പറയും, എന്നാ എനിക്ക് ചെയ്യട്ടെ, നിങ്ങൾക്ക് ചെയ്യട്ടെ, എനിക്കില്ല നമുക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ചെയ്തോ കാഫിറാവൂലേ? ഒരാൾ കാഫിറായിട്ട് നമ്മളെ വിശ്വസിപ്പിക്കാൻ നിൽക്കുവോ? ഞാൻ സിഹിറിൽ വിശ്വസിക്കില്ല, എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കാഫിറാവോ? സിഹിറിനോ കാഫിറാവും, വലിയ കുറ്റാണത്. സാഹിറിനെ കൊല്ലണമെന്നാണ്. എന്തൊരു തമാശയാണിത്! സിഹിറില്ല എന്നും സിഹിറിൽ വിശ്വസിക്കുന്നത് മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ എന്ന തൗഹീദിന് വിരുദ്ധമാണെന്നും പ്രസംഗിച്ച മൗലവി ഇപ്പൊ പറയുന്നത് സിഹിർ ഉണ്ട് എന്ന് വിശ്വസിക്കണം, അത് യാഥാർത്ഥ്യമാണ്, അത് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്, അത് വിശ്വസിച്ചാൽ മാത്രമേ യഥാർത്ഥ മുഅ്മിനാവുള്ളൂ, അല്ലെങ്കിൽ ഹദീസ് നിഷേധിയാകുമെന്നാണ്. നേരത്തെ തൗഹീദ് പ്രകാരം ഇപ്പോൾ പറയുന്ന ആൾ അദ്ദേഹം തൗഹീദിൽ നിന്ന് പുറത്താണ്. ഇപ്പോഴത്തെ തൗഹീദ് പ്രകാരം നേരത്തെയുള്ളയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താ, ഹദീസ് നിഷേധിയാണ്. നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യം വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്.
തൗഹീദ് എന്ന് പറയുന്നത് ഷർട്ടും കുപ്പായവും മാറ്റുന്നത് പോലെ ദിവസവും മാറ്റാനുള്ളതാണ്. ഈ മാറിക്കൊണ്ടിരിക്കുന്ന തൗഹീദ് ഉപയോഗിച്ചുകൊണ്ടാണോ ആഗോള മുസ്ലിമീങ്ങളെ നിങ്ങൾ മുശ്രിക്കാക്കിയത്? തീർന്നില്ല. നിങ്ങളുടെ പ്രസംഗം കേട്ടുകൊണ്ട് തൗഹീദ് സ്വീകരിച്ച ആളുകളില്ലേ, സിഹ്ർ ഇല്ല എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ആളുകൾ, അവരുടെ ഇടം ഇപ്പോൾ എവിടെയാണ്? അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഇടം എവിടെയാണ്? അത്രവുമല്ല, ഈ രൂപത്തിൽ ഹദീസ് നിഷേധമാണ് വഹാബിസം ഇത്രയും കാലം കൊണ്ടു നടന്നതെങ്കിൽ, ഹദീസുകളെ നിഷേധിച്ചുകൊണ്ട് നിങ്ങൾ കൊണ്ടു നടന്ന ഈ ജിന്നധിനിവേശത്തിന് മുമ്പുള്ള ഇസ്ലാം എത്രത്തോളം സ്വീകാര്യമാണ്? നിങ്ങൾ പറഞ്ഞത് എങ്ങനെ മുസ്ലിം ലോകം അംഗീകരിക്കും? ഇന്ന് അൽബാനിയുടെയും ഇബ്നു ബാസിന്റെയും ഒക്കെ കിതാബുകൾ വായിച്ചുകൊണ്ട് തൗഹീദ് നിങ്ങൾ മാറ്റിയെങ്കിൽ, നാളെ മറ്റാരുടെയെങ്കിലും കിതാബ് വായിച്ച് വീണ്ടും മാറ്റുകയില്ല എന്നതിന് നമുക്ക് എന്താണ് ഉറപ്പുള്ളത്? ഇതുപോലെയാണ് ജിന്ന് കൂടുക. ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറയുന്ന വഹാബിസം കേരളത്തിൽ വന്നതോടുകൂടി ജിന്നുകളൊക്കെ പായുകയായിരുന്നു. പിശാച് കൂടുമെന്ന് പറയുന്നത് കേവലം തട്ടിപ്പാണെന്നും അങ്ങനെ ഒരു പരിപാടിയില്ലെന്നും സക്കരിയ സലാഹി പറയുന്നു. എന്താ ഇപ്പൊ കൂടാത്തത് എന്നാ ചോദിക്കുന്നത്. ശ്രദ്ധിക്കുക. ഇനി വേറെ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ജിന്ന് കൂടാറുണ്ടായിരുന്നു. സുന്ദരികളായ പെൺകുട്ടികളുടെ ദേഹത്താണ് ജിന്ന് കൂടുക. ഇന്നൊരു ശൈത്താൻ കൂടുക എന്നാ പറയാ. ഇന്നൊരു ശൈത്താൻ ഇളക്കൽ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് പകലൊന്നും ശൈത്താൻ ഇളകൂല, രാത്രി ഇളകുള്ളൂ. എന്നിട്ട് ഈ പെൺകുട്ടിയും ശൈത്താൻ ഇളക്കാൻ വന്ന ശൈത്താനെയും കൂടി ഒരു റൂമിലാക്കിയിട്ട് നേരം വെളുക്കോളം മൊത്തം മനുഷ്യന്മാര് പുറത്ത് കാത്തിക്കുക, ശൈത്താൻ ഇളകണവും കാത്ത്. അതുകൊണ്ടുണ്ടായി എന്തെല്ലാം ദുരന്തങ്ങൾ നാട്ടിൽ. ഇപ്പൊ എന്താ ശൈത്താൻ കൂടാത്തത്? ഇപ്പൊ എന്താ ശൈത്താൻ ഇളക്കലില്ലാത്തത്? ശൈത്താനൊക്കെ മറഞ്ഞുപോയോ? സലഫി പ്രസ്ഥാനം കേരളത്തിൽ വന്നോടെ സലഫി പ്രസ്ഥാനം ചെല്ലോടത്തൊക്കെ ഇങ്ങനെ ശൈത്താൻ നീങ്ങി പോവുക. സുഹൃത്തുക്കൾ, ഇതൊരു തട്ടിപ്പായിരുന്നു എന്ന് നമ്മൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം. എങ്ങനെ ഈ ജിന്നുകൂടൻ ഈ രൂപത്തിൽ ജിന്നു കൂടുന്നതിനെയും പിശാചുബാധയെയും കളിയാക്കി പ്രസംഗിച്ച മനുഷ്യൻ അള്ളാഹുവിന്റെ നീതി നോക്കൂ, നിങ്ങൾ ദുനിയാവിൽ പുലർന്നിരിക്കുന്നു. ഇതേ മനുഷ്യൻ ഹദീസ് ഓതിക്കൊണ്ട് ജിന്ന് ബാധിക്കുമെന്ന് പ്രസംഗിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക. മാറ്റിയിരിക്കുന്നു. തൗഹീദ് സുന്നഹുദോസ് കൂടി മാറ്റുകയാണ്. ക്രൈസ്തവ സഭ അവരുടെ നിയമങ്ങൾ കൂടിയിരുന്ന് മാറ്റുന്നത് പോലെ. അല്ലെങ്കിലും 1952 ഷിർക്കായിരുന്ന കുഫ്റായിരുന്ന കാര്യം പിന്നീട് 2004 ജൂൺ മാസത്തിൽ പുളിക്കൽ കോളേജിൽ വെച്ച് അവർ യോഗം ചേർന്നിട്ട് തൗഹീദിന്റെ ഭാഗമായി, മൂന്നാമത്തെ ഭാഗമായി തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് എന്ന് എഴുതി ചേർത്തില്ലേ? ഇങ്ങനെ അന്നത്തെ തൗഹീദ് ഇന്ന് കുഫറും, ഇന്നത്തെ കുഫർ അന്നത്തെ തൗഹീദുമായി മാറുന്ന വളരെ രസകരമായ രംഗത്തിന് നേതൃത്വം നൽകിയ ആളുകൾ ഈ വിഷയത്തിലും തൗഹീദിൽ മാറ്റം വരുത്തിയതിൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. നേരത്തെ പറഞ്ഞിരുന്നത് മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ ആരോട് എന്ത് ചോദിച്ചാലും അത് പ്രാർത്ഥനയാണ്. ഇപ്പോൾ പറയുന്നത് സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിനതീതമായ കാര്യങ്ങളിൽ ചോദിച്ചാലാണ് അത് പ്രാർത്ഥന എന്ന് പറയുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ് പ്രാർത്ഥന എന്ന് ഏത് ഖുർആനിലാണുള്ളത്? ഏത് നബിയാണ് അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത്? ഇല്ല. ഇനി അങ്ങനെയുണ്ട് എന്ന് സങ്കല്പിക്കുക. എന്നാൽ തന്നെ ജിന്നുകൾക്ക് അവരുടെ കൈവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ എപ്പോഴാണ് ജിന്നിനോട് ചോദിക്കുന്നത് പ്രാർത്ഥനയാവുക? ജിന്നിനോട് എന്ത് ചോദിച്ചാലാണ് പ്രാർത്ഥനയാവുക? ഇപ്പൊ വഴിയിൽ നടന്നു പോകുമ്പോ സഹായം ചോദിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. പണ്ട് നിങ്ങൾ പറഞ്ഞിരുന്ന മുസ്ലിം ലോകത്തെ കാഫിറാക്കാൻ പറഞ്ഞിരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, 9-ാം വളവ്. വയനാട് ചുരത്തിന്റെ 9-ാം വളവിൽ വെച്ച് വാഹനം നിയന്ത്രണം വിട്ടു പോവുകയാണ്. ആ സമയത്ത് മുസ്ലിമീങ്ങൾ അല്ലാഹുവേ കാക്കണേ എന്ന് വിളിക്കുന്നു, ക്രിസ്ത്യാനികൾ യേശുവേ കാക്കണേ എന്ന് വിളിക്കുന്നു, ഹൈന്ദവർ കൃഷ്ണനെ കാക്കണേ എന്ന് വിളിക്കുന്നു, അതുപോലെ മുഹ്യിദ്ദീൻ ശൈഖെ കാക്കണേ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുഹ്യിദ്ദീൻ ശൈഖെ കാക്കണേ, മമ്പർത്ത തങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞവർ കാഫിറാണ് എന്ന് നിങ്ങൾ പ്രചരിപ്പിച്ചിരുന്നുവല്ലോ. ചോദിക്കട്ടെ, ഈ സമയത്ത് ജിന്നെ കാക്കണേ എന്നൊരു മുജാഹിദ് വിളിച്ചാൽ അത് പ്രാർത്ഥനയാകുമോ? ഇല്ലേ? ഇവിടെ ഈ ചുരത്തിലെങ്ങാനും വല്ല ജിന്നുമുണ്ടെങ്കിൽ, വല്ല ഇഫ്രീത്തുമുണ്ടെങ്കിൽ ജിന്നുകൾക്ക് ഇപ്പോ ഇന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതൊന്നും
ഒരു പ്രയാസമുള്ള കാര്യമില്ല. കാരണം അരമണിക്കൂറിനുള്ളിൽ ജർമ്മനിയിൽ നിന്ന് മരുന്ന് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ശക്തിയാണ് ജിന്ന് എന്ന് നമ്മുടെ സക്കരിയ സലാഹി തന്നെ പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കൊക്കയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നിന്ന് എന്നെ ഒന്ന് താങ്ങിയെടുത്ത് കൊണ്ടുപോകണേ, ഇഫ്രീത്ത് ജിന്നെ സഹായം ചോദിക്കാൻ പറ്റുമോ? ഇതിന് കേരളത്തിലെ വഹാബികളിൽ നിന്ന് ഞങ്ങൾക്ക് മറുപടി കിട്ടേണ്ടതുണ്ട്. കഴിഞ്ഞില്ല. നോക്കൂ, നിങ്ങൾ ഒരു കപ്പൽ നിയന്ത്രണം വിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ മുങ്ങി നശിക്കുമെന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഈ അവസ്ഥയിൽ ആ കപ്പലിലുണ്ടായിരുന്ന ഒരു മുജാഹിദ് പ്രവർത്തകൻ, ഒരു KNM-ന്റെ പ്രവർത്തകൻ, അവൻ പലരും അല്ലാഹുവേ കാക്കണേ എന്ന് പറയുന്ന സമയത്ത്, വേറെ ചിലര് ഹിന്ദുക്കളായ ആളുകൾക്ക് കൃഷ്ണനെ കാക്കണേ എന്ന് പറയുന്ന സമയത്ത്, യേശുവെ കാക്കണേ എന്ന് പറയുന്ന സമയത്ത് ഈ മുജാഹിദ് പ്രവർത്തകൻ, സക്കരിയ സലാഹിയുടെ പ്രസംഗം കേട്ട പ്രവർത്തകൻ, അയാൾ ഇഫ്രീത്ത് ജിന്നെ കാക്കണേ, അയാൾ വിചാരിക്കുക ഇവിടെ കടലല്ലേ, ഇവിടെ ഇഫ്രീത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ എന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ വിളിച്ചാൽ അത് ശിർക്കാകുമോ? ഇതാണ് ചോദ്യം. അപ്പൊ ഞാൻ അവിടെ ജിന്നൊന്നും ഉണ്ടാവില്ല, അതൊക്കെ വെറുതെ മുസ്ലിയാക്കന്മാർ അങ്ങനെ ചോദിക്കണം, അവിടെ ജിന്ന് ഉണ്ടാവില്ല എന്നാണെങ്കിൽ ജിന്ന് പോവട്ടെ, നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ കൂടെയുള്ള മലക്കുകൾ ഉണ്ടല്ലോ, ആ മലക്കുകൾ സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മലക്കെ സഹായിക്കണേ എന്ന് വിളിച്ചാലോ അത് ശിർക്കാണോ കുഫറാണോ? മക്കാ മുശ്രിക്കുകളെക്കാൾ വലിയ കാഫിറുകളെന്നും വലിയ മുശ്രിക്കുകളെന്നും അബൂജഹലിനേക്കാൾ വലിയ ടോപ്പ് നേതാവ് എന്നും ഞങ്ങളുടെ നേതാക്കന്മാരെ കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ? എന്നാൽ മക്കാ മുശ്രിക്കുകൾ കപ്പൽ നിയന്ത്രണം വിടുന്ന സമയത്ത് അള്ളാഹുവിനെ മാത്രമേ വിളിച്ചിരുന്നുള്ളൂ. ഇപ്പൊ മുജാഹിദുകൾ പുതിയ നിർമ്മാണം ചെയ്തെടുത്ത തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ, ജിന്നധിനിവേശാന്തര തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ കപ്പൽ നിയന്ത്രണം വിടുന്ന സമയത്ത് ജിന്നിനെ വിളിച്ചു തേടിയാൽ അത് ശിർക്കല്ല, അല്ല മലക്കിനെ വിളിച്ചു തേടിയാൽ ശിർക്കല്ല. ഇതിനാണ് ബൂമറാങ് എന്ന് പറയുക. തിരിച്ചു വന്നില്ലേ നെഞ്ചിലേക്ക് തന്നെ നിങ്ങൾ ഞങ്ങളോട് ചോദിച്ച ചോദ്യങ്ങൾ? അപ്പൊ പിന്നെ കേൾക്കുന്ന ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാകും, പിന്നെ സുന്നികൾ പറയുന്ന തൗഹീദ് എന്താ? സുന്നികൾ പറയുന്ന തൗഹീദ് ഞാൻ പറഞ്ഞു, അത് അള്ളാഹു മാത്രമാണ് സഹായിക്കുന്നവനാണെന്ന് സുന്നി വിശ്വസിക്കുന്നത്. അള്ളാഹു അല്ലാതെ ഒരു ശക്തിയും ഒരു വ്യക്തിയും ഒരു ജിന്നും ഒരു മലക്കും ഒരു ശൈഖും ഒരു മന്ത്രവും ഒരു വൈദ്യനും ഒരു ഡോക്ടറും ഒരു കോടതിയും ഒരു ഗവൺമെന്റും സഹായിക്കുകയില്ല. ആര് എങ്ങനെ സഹായിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെയും അള്ളാഹുവിൽ നിന്നുള്ള സഹായം. ആ സഹായം സ്വീകരിക്കുവാൻ, ആ സഹായം ലഭിക്കുവാൻ ആ കാരണങ്ങളുമായി ബന്ധപ്പെടാം, അതിന് കുഴപ്പമില്ല. കാരണങ്ങളുമായി ബന്ധപ്പെടുന്നതിന് അള്ളാഹു വിലക്കിയിട്ടില്ല. വിലക്കിയ ചില കാരണങ്ങളുണ്ട്. അഫതത്തഖിദൂനഹു വസുദിയതഹു ഔലിയാഅ, പിശാചിനെ സഹായിയാക്കാൻ, കൂട്ടാളിയാക്കാൻ പറ്റുകയില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ മറ്റു കാരണങ്ങളുമായി ബന്ധപ്പെടുന്നതിന് പ്രശ്നമില്ല. അള്ളാഹു കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. കാരണം മരുന്ന് ഒരു കാരണമാണ്, മന്ത്രം ഒരു കാരണമാണ്, ഔലിയ ഒരു കാരണമാണ്, മലക്കുകൾ മറ്റൊരു കാരണമാണ്. ഇതുപോലെ കോടതിയും ഗവൺമെന്റും ഒക്കെ കാരണങ്ങളായേക്കാം. അവരുമായി ബന്ധപ്പെടുന്നതിന്, അള്ളാഹുമായി ഉള്ള സഹായം കിട്ടുന്നതിന് അത് എതിരാകൂല. അപ്പോൾ അള്ളാഹുവിനോട് തന്നെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. റബ്ബ് എന്ന നിലക്കുള്ള അവന്റെ തേട്ടങ്ങൾ മുഴുവനും അള്ളാഹുവിനോടാണ്. മറ്റുള്ളവരോട് എന്തെങ്കിലും തേടുന്നുണ്ടെങ്കിൽ അത് കാരണങ്ങൾ എന്ന നിലക്കാണ്. അത് കടലിൽ വെച്ചാണെങ്കിലും, അത് 9-ാം വളവിൽ വെച്ചാണെങ്കിലും, അതല്ല സാധാരണ നിത്യജീവിതത്തിലെ കാര്യങ്ങൾ ആണെങ്കിലും അവൻ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. അവൻ അള്ളാഹുവിനോട് മാത്രമേ തന്റെ റബ്ബ് എന്ന നിലക്കുള്ള, ഇലാഹി എന്ന നിലക്കുള്ള എല്ലാ വിധത്തിലുള്ള തേട്ടങ്ങളും അർപ്പിക്കുന്നുള്ളൂ. അതാണ് ദുആ എന്നാണ് മുസ്ലിമീങ്ങൾ പറയുന്നത്. ലാ തദ്ഉ മഅല്ലാഹി അഹദ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ലാ തദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹു അല്ലാത്ത ഒരു ഇലാഹിനെയും നീ വിളിക്കരുത്. അപ്പൊ അല്ലാഹു അല്ലാതെ ആരെയും വിളിക്കരുത്, ആരോടും ദുആ ചെയ്ത് എന്നതിന്റെ താല്പര്യം അല്ലാഹു അല്ലാതെ ഒരു ഇലാഹിനോടും നീ ചോദിക്കരുത് എന്നാണ്. അപ്പോ ദുആ എന്ന് പറഞ്ഞാൽ ഇലാഹിനോട് ചോദിക്കുക എന്ന് വിശുദ്ധ ഖുർആന്റെ തന്നെ വിശദീകരണമാണ്. മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ദുആഇനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അദ്ദുആഉ മഅന ദുആഇ, ദുആഇന്റെ അർത്ഥം എന്താ? ഇസ്തിദാഉൽ അബ്ദി റബ്ബഹു അൽ ഇനായത, ഒരു അടിമയായ മനുഷ്യൻ തന്റെ റബ്ബിനോട് തന്റെ ആവശ്യങ്ങൾ പറയുന്നതിനേക്കാണ് ദുആ എന്ന് പറയുന്നത്. അപ്പൊ അടിമയും ഉടമയും തമ്മിലുള്ള ഒരു ബന്ധവും ഒരു തേട്ടവുമാണ് ദുആ, അല്ലാതെ ഇവർ പ്രചരിപ്പിക്കുന്നതല്ല. അത് സാന്ദർഭികമായി ഞാൻ നിർത്തിയുള്ളൂ. വിഷയത്തിലേക്ക് വരിക. ഇപ്പൊ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? രോഗമുണ്ടാക്കുന്നതും പിശാച്. പറഞ്ഞു പറഞ്ഞ് ശിർക്കിലേക്ക്, യഥാർത്ഥ ശിർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്ന് നമ്മൾ സംശയിക്കണം. സക്കരിയ സലാഹി
പടവൂരികൾക്ക് മറുപടി എഴുതിയൊരു പുസ്തകത്തിൽ പറയുന്നത് എന്താ? അയ്യൂബ് നബിക്ക് രോഗമുണ്ടാക്കുന്നതിൽ പിശാചിന് പങ്കുണ്ട് എന്ന. സുബ്ഹാനല്ലാഹ്, പിശാചിന് പങ്കുണ്ടോ? ലോകത്ത് എന്ത് സൃഷ്ടിക്കുന്നതിനും പിശാചിന് പങ്കില്ല. പങ്ക് എന്ന് പറഞ്ഞാൽ ശിർക്ക് എന്നാണ് അർത്ഥം. പിശാചിന് എന്നല്ല, ആർക്കും പങ്കില്ല. അള്ളാഹുവാണ് എല്ലാം സൃഷ്ടിച്ചവൻ. അള്ളാഹുവാണ് എല്ലാ നിലക്കുള്ള സഹായവും സൃഷ്ടിക്കുന്നവൻ. എല്ലാ ഉപദ്രവങ്ങളും സൃഷ്ടിക്കുന്നവനും അവൻ തന്നെയാണ്. അതിൽ ആർക്കും പങ്കില്ല. പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ ശിർക്കുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട്. സൃഷ്ടിപ്പിൽ മറ്റുള്ളവർക്ക് പങ്കുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത്? ഈ ചോദ്യം ഇതാ ഈ മുശ്രിക്കാക്കൽ വീരന്മാരുടെ നെഞ്ചിൽ നേരെ പാഞ്ഞെടുക്കുന്ന ഏറ്റവും രസകരമായ രംഗത്തിനാണ് നമ്മൾ സാക്ഷികളായിരിക്കുന്നത്. അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാക്കിമീൻ. നോക്കൂ നിങ്ങൾ. അപ്പോ പ്രാർത്ഥനയെ ഇവർ വിശദീകരിച്ചത് ഇങ്ങനെയാണ്. കഴിഞ്ഞില്ല, ഇനിയും ചോദ്യം ബാക്കിയുണ്ട്. ഞാൻ പ്രാർത്ഥനയിലേക്ക് തന്നെ വരട്ടെ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇവർ വിശദീകരിച്ചത് സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് ചോദിക്കുക. സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവ്, സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിന്റെ പരിധി എത്ര? ജിന്നിനോട് ചോദിക്കുന്നത് പ്രാർത്ഥനയാകുന്നത് എപ്പോൾ? മനുഷ്യനോട് ചോദിക്കുന്നത് പ്രാർത്ഥനയാകുന്നത് എപ്പോൾ? കഴിഞ്ഞില്ല. ഓരോരുത്തർക്കും വിവിധ കഴിവുകളാണല്ലോ ഉള്ളത്. എനിക്കുള്ള കഴിവല്ല നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്കുള്ള കഴിവല്ല മറ്റേ ആൾക്കുള്ളത്. ഒരാൾക്ക് അയാളുടെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹമുണ്ട് എന്ന് സങ്കല്പിക്കുക. അയാളുടെ ശരീരത്തിൽ ബൾബ് വെച്ചാൽ കത്തും. സാധാരണഗതിയിൽ സാധാരണ മനുഷ്യന്മാരുടെ ശരീരത്തിൽ വെച്ചാൽ കത്തൂല. അയാളോട് ചോദിക്കുക, വളരെ താഴ്മയോടുകൂടെ നിന്റെ ശരീരത്തിൽ ബൾബ് ഒന്ന് വെക്കട്ടെ, സഹായിക്കുമോ? ഇത് അയാളുടെ കഴിവിന് അപ്പുറത്താണോ ഇപ്പുറത്താണോ? അപ്പോ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കേണ്ടി വരും. ഓരോരുത്തരുടെയും കഴിവ് എത്രയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഓരോരുത്തരുടെയും എന്റെ കഴിവുകൾ ഇത്രയാണ്, ഇതിന്റെ അപ്പുറത്തുള്ളത് ചോദിക്കരുതേ. ചോദിച്ചാൽ ശിർക്കാവും. 100 രൂപ കയ്യിലുള്ളവരോട് 110 രൂപ ചോദിച്ചാൽ ശിർക്ക്. ഇതാണോ, ഇങ്ങനെയാണോ ശിർക്കിന്റെ മാനദണ്ഡം? ഇത് പ്രായോഗികമായ ഇസ്ലാമാണോ നിങ്ങൾ ലോകത്തിനോട് പറഞ്ഞു കൊടുക്കുന്നത്? അറിയാൻ താല്പര്യമുണ്ട്. ഇങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുമ്പോ മൗലവി വിഭാഗത്തിൽ തന്നെ വീണ്ടും പൊട്ടലും ചീറ്റലും നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് രസകരമായ മറ്റൊരു വസ്തുത. എന്തുകൊണ്ട്? മറഞ്ഞ വഴിക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ എന്നായിരുന്നല്ലോ ഇത്ര കാലവും ഇവർ പറഞ്ഞു നടന്നിരുന്നത്. മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ സഹായിക്കുവാൻ അള്ളാഹു അല്ലാത്തവർക്ക് സാധിക്കുകയില്ല എന്നാണല്ലോ. അതിനെതിരെ മാറ്റിപ്പറിച്ചുകൊണ്ട് സക്രിയയും ടീമും ഉജ്ജ്വല പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ട് തൗഹീദിൽ ഭേദഗതി നടത്തി മുന്നോട്ട് നീങ്ങുമ്പോ അവരിൽപ്പെട്ട ആളുകൾക്ക് തന്നെ മുറുമുറുപ്പ്. ഇവരുടെ KNM സംസ്ഥാന നേതാക്കന്മാരിൽപ്പെട്ട അബ്ദുറഹ്മാൻ ഇരുവേറ്റിയുമായി നടത്തിയ ഒരു സംഭാഷണം നിങ്ങൾ ശ്രദ്ധിക്കുക. ജിന്ന് ബാധിക്കുന്ന ആകണ്ട അതൊക്കെ ഉണ്ടോ അറിയില്ല. അവർക്കൊക്കെ ബാധിക്കലുണ്ടായിരിക്കും. പിന്നെ ഇവിടെ CN അഹമ്മദ് മൗലവി മൂപ്പർക്ക് ബാധിക്കൂലാറിന് ആ കാലത്ത് വെല്ലുവിളിച്ചു പോയി. ആരും മൂപ്പർക്കൊരു ഷെയർ ചെയ്ത് ബാധിപ്പിച്ച് നോക്കിയിട്ടുമില്ല. പിന്നെ ഷെയറിന് തന്നെ വ്യവസ്ഥകളൊക്കെ ഉണ്ട്. വലിയ മാനസികാവസ്ഥ ഉള്ളവർക്ക് ബാധിക്കൂലെന്ന് ഷെയർമാര് തന്നെ പറയും. അല്ലെങ്കിൽ ഇപ്പൊ ജനതാ പാർട്ടിക്കാർക്ക് ഇന്ദിരാഗാന്ധിക്ക് ഷെയറാണ്ട് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ രാഷ്ട്രീയത്തില് പിന്നെ പട്ടാളക്കാർക്ക് പോലീസുകാർക്ക് പിന്നെ ജഡ്ജിമാർക്കൊന്നും ബാധിക്കൂലെന്ന് ഷെയർമാരെ തന്നെ വ്യവസ്ഥയാണ്. ഭരണാധികാരികൾക്കെന്നേ നടക്കണവരുണ്ടാവും, അത് കുറിച്ച് നടക്കണവരും അത് സേവിച്ച് നടക്കണവരും ഒക്കെ ഉണ്ടായിരിക്കും. പാഠപുസ്തകങ്ങളിലൊക്കെ ഉള്ളത് നമ്മള് പ്രാർത്ഥന എന്നുള്ള പാഠത്തിലൊക്കെ നമ്മള് മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങൾ ചോദിക്കലാണ് പ്രാർത്ഥന എന്നൊക്കെ നമ്മളെ പുസ്തകങ്ങളിലൊക്കെ ഉള്ളത്. ഇപ്പോ ഇസ്ലാമിലൊക്കെ സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കലാണ്. എന്താ അതിനെ പറ്റി പറയാം? അല്ല, ഇപ്പൊ ഒരു മാറ്റം എന്നമാതിരി ഇപ്പൊ സക്കരിയ മൗലവിയൊക്കെ ഇപ്പൊ കടവത്തൂർ പ്രഭാഷണത്തിലൊക്കെ അങ്ങനെയല്ലേ പറയണേ, നമ്മള് ജിന്നുകളുടെയും മലക്കളുടെയും കഴിവിനപ്പുറത്തുള്ള അങ്ങനെ പറയുന്നുണ്ട്. 4-5 ആളങ്ങനെ പറയുന്നുണ്ട്. നമ്മള് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ജമിയത്തിലൊക്കെ കൂടി തീരുമാനിച്ചോക്കെ. നമ്മള് പറയുന്ന നമ്മള് പണ്ടേ പറയും പോലെ അങ്ങനെ പറഞ്ഞു പോവും. പറയുന്ന പോലെ പറഞ്ഞോട്ടെ.
പിന്നെ എന്തെങ്കിലും പ്രശ്നമാകുമ്പോക്കെ കൂടിയാലോചന സമിതികളൊക്കെ ഉണ്ടാവുമല്ലോ. അവിടുന്ന് കൂടിയാലോചിച്ച് അവർ തീരുമാനിക്കും പോലെ നോക്കാം നമുക്ക്. ഈ ഡോക്ടർ ദുബൈർ പറഞ്ഞ ഒരാൾ ഇവിടെ ഇറക്കിയതാണ്. അത് കണ്ടപ്പോ കുറച്ച് ആളുകൾ പേടിച്ചതാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ തന്നെ ഇങ്ങനെ പറയുമ്പോ ഏതായാലും ഉണ്ടാവും വിചാരിച്ചിട്ട് വളരെ വ്യതിചലിച്ച ചിന്തകളാണ്. ചിന്ത അപ്രായോഗികമാണ്. വ്യതിചലിച്ചതെന്ന് മാത്രമല്ല അപ്രായോഗികമാണ്. ഒക്കെ അവരങ്ങനെ പറയട്ടെ, സമ്മേളനമൊക്കെ കഴിയട്ടെ. സമ്മേളനത്തില് ചർച്ച ഉണ്ടാവോ? ഉണ്ടാകാൻ സാധ്യതല്ല. അതിപ്പോ 4-5 ആളൊക്കെ പരിപാടിയല്ലേ, അതിനിപ്പോ അത്ര വലിയ പ്രാധാന്യമല്ല. പിന്നെ അത് ആപൽക്കരമായി വരികയാണെങ്കിൽ അപ്പം നോക്കാന്ന് മാത്രം. കടവത്തുള്ള പ്രഭാഷണത്തില്, അതായത് കേരളത്തിന് ഈ വിഷയങ്ങൾ അറിയാത്തോല് ഇഷ്ടംപോലെ ആളുകളുണ്ട് ഇന്ന് സീറിനെ പറ്റി. അവർ കേരളം പുറത്തു പോകേണ്ടിയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞോട്ടെ. എന്നമ്മമാരുണ്ടാക്കിയ കേന്നമ്മ ഇങ്ങനെ ഓതാൻ പോണവരുണ്ടാക്കിയൊന്നല്ലല്ലോ. ഓതാൻ നടക്കണ കുറെ മൗലവിമാരുണ്ടാക്കിയൊന്നല്ലല്ലോ കേന്നമ്മ അറിയുന്ന സാധാരണക്കാരായ ആളുകൾ സമരങ്ങളുണ്ടാക്കിയതാണ്. അതിലിപ്പോ കുറെ കാലം കഴിഞ്ഞ് എന്തെങ്കിലും ഓതിപ്പടിച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ പഠിച്ചു വരുന്ന ആളുകൾ ഞങ്ങളാണ് കേന്നമ്മ മറ്റവരൊക്കെ പുറത്തു കൊണ്ടിരുന്ന അതൊന്നും ഇപ്പൊ നടക്കൂല. അതൊന്നും അതൊക്കെ പിന്നെ പറയുന്നവർക്ക് ഇപ്പൊ എന്തും പറയാലോ. ഇപ്പൊ അണ്ടിയോടെ അടുക്കുമ്പോൾ അറിയാ മാങ്ങയുടെ പുളി അറിഞ്ഞ മാതിരിയാണ്. അതിന്റെ അടുത്തെത്തുമ്പോഴേ അറിയുള്ളൂ. ജിന്നിലും സിഹറിലും വിശ്വസിച്ചിട്ടില്ലെങ്കിൽ KNM-ൽ നിന്ന് പുറത്തു പോവേണ്ടി വരുമെന്ന് സക്കരിയ സലാഹി ഭീഷണി മുഴക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതൊന്നും ഇവിടെ നടപ്പില്ല. മറിച്ച് സമ്മേളനം കഴിഞ്ഞിട്ട് ഇവരൊക്കെ പുറത്താക്കാനുള്ള പരിപാടികൾ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഇപ്പുറത്ത് അദ്ദേഹം പറയുന്നു. തൗഹീദിന്റെ പേരിൽ ഭിന്നിച്ചവർ, തൗഹീദിന്റെ പേരിൽ മുസ്ലിം ലോകത്തിൽ നിന്ന് മാറി നിന്നവർ, അതേ തൗഹീദിന്റെ പേരിൽ പരസ്പരം ഭിന്നിച്ചവർ ഇപ്പോഴിതാ ഒരു വിഭാഗം, ആ വിഭാഗം തന്നെ വീണ്ടും തൗഹീദിന്റെ പേരിൽ ഭിന്നിക്കുകയാണ്. അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാക്കിമീൻ, അല്ലാഹു വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവല്ലേ? നോക്കൂ നിങ്ങൾ, അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ സ്വന്തം വിഭാഗത്തിൽപ്പെട്ട ജമീല ടീച്ചർ പറയുന്ന തൗഹീദ് വേറെ, KB അബ്ദുൽ ലത്തീഫ് മൗലവിയും മൂസവാണിമേലും പറയുന്ന തൗഹീദ് വേറെ, അബ്ദുൾ റസാഖ് മദനി പറയുന്ന തൗഹീദ് വേറെ, സലാഹി പറയുന്ന തൗഹീദ് വേറെ, അബ്ദുൾ റസാഖ് മദനി പറയുന്ന തൗഹീദ് വേറെ, സലാഹി പറയുന്നതും അതുപോലെ പാലത്ത് പറയുന്നതും ഹാരിസ് ബിൻ സലീം പറയുന്നതും തൗഹീദ് വേറെ. ഒരു വിഭാഗത്തിൽപ്പെട്ട ഹാരിസിന്റെയും അതുപോലെ സലാഹിയുടെയും പാലത്തിന്റെയും വിശദീകരണ പ്രകാരം ഈ പറയുന്ന ഇരുവേറ്റിയും മൂസവാണിമേലും അബ്ദുൾ റസാഖ് മദനിയും ഒക്കെ അവര് തൗഹീദിന്റെ പുറത്ത്. എങ്ങനെ ജിന്ന് സഹായിക്കുമെന്നും ജിന്നുണ്ട് എന്നും സിഹിറുണ്ട് എന്നും വിശ്വസിക്കാത്തതിന്റെ പേരിൽ തൗഹീദിൽ നിന്ന് അല്ല, ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്ത്. കാരണം എന്താ? ഹദീസ് നിഷേധികളല്ലേ. അപ്പുറത്തുള്ളവരോ അവര് പറയുന്നത് മനുഷ്യ കഴിവിന് അതീതമായ ഏത് കാര്യമാണെങ്കിലും അത് അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് കിട്ടുമെന്ന് വിശ്വസിച്ചാൽ അത് തൗഹീദിന് പുറത്താ. അതുകൊണ്ട് ഈ പറയുന്ന സക്കരിയ സലാഹിയും ഈ പറയുന്ന ആളുകളൊക്കെ അവരുടെ വിശ്വാസപ്രകാരം തൗഹീദിന് പുറത്ത്. അബ്ദുൾ റസാഖ് മദനിയുമായി നടത്തിയ സംഭാഷണം നിങ്ങൾ ശ്രദ്ധിക്കൂ. എന്താ പ്രാർത്ഥന എന്നില്ല, നമ്മളെ പാഠപുസ്തകങ്ങളിലൊക്കെ നമ്മളെ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്നല്ലേ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഈ സക്കരിയ മൗലവിയൊക്കെ പറയണത് വെച്ചാൽ സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്തുള്ളത് ചോദിച്ചാലേ അതിനെ പറ്റി, സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിച്ചാലേ പ്രാർത്ഥന ആവുള്ളൂ എന്നല്ലേ. സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് ചോദിച്ചെങ്കിലേ ആവുള്ളൂന്നോ? അങ്ങനാരാ പറഞ്ഞു? ഇസ്ലാമിക മാസികയിലൊക്കെ അല്ലേ അങ്ങനെ ഉണ്ട് ചോദിച്ചാൽ അത്ര ശരിയല്ല. അതല്ല, നമ്മളെ ഇസ്ലാമിക മാസികകളിൽ എങ്ങനെ വെച്ചാല് നമ്മളിപ്പോ വഴി അറിയാതെ അങ്ങനെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ നമ്മളടുത്ത് ജിന്നുക്കളുടെ മലക്കുകൾ ഉണ്ടായിരിക്കാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ ഒന്നും വേണ്ട. വിളിച്ചാലോ അതിനെ പറ്റി പ്രാർത്ഥന പറയാൻ പറ്റും? വേണ്ടാത്ത ചോദ്യ സംശയ കേട്ടോ. അങ്ങനെ വിളിച്ചാൽ ഈ സംശയത്തെ പറ്റില്ല, വേണ്ടാത്ത പരാമർശ. ശരി. ആ ഭാഗം പ്രാർത്ഥന എന്താ നിങ്ങൾക്ക് തിരിഞ്ഞണോ? തിരിഞ്ഞിട്ടില്ലെങ്കിൽ അറിയുന്നോട് ചോദിച്ചു പഠിക്കുകയും. സൃഷ്ടികളെ കഴിവിനപ്പുറത്തുള്ള കാര്യത്തിൽ സഹായം തേടല പ്രാർത്ഥന എന്ന് ഇപ്പൊ ചെറിയ മുണ്ടൻ പറഞ്ഞില്ലേ, അതെങ്കിലും ഒന്ന് പഠിച്ചേക്കും. സൃഷ്ടികളെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്ന പ്രാർത്ഥനയല്ല. ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവർക്ക് ജിന്ന് സഹായം ചെയ്തു കൊടുക്കും. ശരി തന്നെയാണ്. എന്താ സഹായം? ഓന്റെ കഴിവിൽപ്പെട്ട സഹായം.
ജിന്നുകൾക്ക് പല കഴിവുണ്ട്. അതാണ് സൂറത്ത് ശുഅറ 221 222 പറഞ്ഞത്. അതൊന്നെടുത്ത് വായിച്ചോ കമാനിയോടിന്റെ പരിഭാഷ. എന്താ പ്രാർത്ഥന എന്നില്ല നമ്മളെ പാഠപുസ്തകങ്ങളിലൊക്കെ നമ്മളെ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്നല്ല പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഈ സക്കരിയ മൗലവിയൊക്കെ പറയണത് വെച്ചാൽ സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്തുള്ളത് ചോദിച്ചാലേ അതിനെ പറ്റി സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിച്ചാലേ പ്രാർത്ഥന ആവുള്ളൂ എന്നല്ലേ. സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്തുള്ളത് ചോദിച്ചെങ്കിലേ ആവുള്ളൂന്നോ? അങ്ങനെ ആരാ പറഞ്ഞു? ഇസ്ലാം മാസികയിലൊക്കെ അല്ലേ അങ്ങനെ ഉണ്ട് ചോദിച്ചാൽ അത്ര ശരിയല്ല. അതല്ല നമ്മളെ ഇസ്ലാം മാസികളിൽ അങ്ങനെ വെച്ചാല് നമ്മളിപ്പോ വഴി അറിയാതെ അങ്ങനെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ നമ്മളെ അടുത്ത് ജിന്നുക്കളുടെ മലക്കുകൾ ഉണ്ടായിരിക്കാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനൊന്നും വേണ്ട. വിളിച്ചാൽ അതിനെ പറ്റി പ്രാർത്ഥന പറയാൻ പറ്റും. വേണ്ടാത്ത ചോദ്യ സംശയ അങ്ങനെ വിളിച്ചാൽ ഈ സംശയത്തെ പറ്റില്ല പറഞ്ഞ വേണ്ടാത്ത പരാമർശ. ശരി. എന്താണ് ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മുശ്രിക്കാക്കും. ആദ്യം മുസ്ലിമീങ്ങൾ മുശ്രിക്കാണെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തുപോയവർ, പിന്നീട് പരസ്പരം ആ തൗഹീദിന്റെ പേര് പിളർന്നവർ, ഇപ്പോൾ അതിനുള്ളിൽ തന്നെ വീണ്ടും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോ നമ്മുടെ മടവൂരി സുഹൃത്തുക്കൾ ഇങ്ങനെ സന്തോഷിക്കുന്നുണ്ടാവും. ഞങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ, ഞങ്ങൾ ശുദ്ധന്മാരാ, ഞങ്ങൾ പഴയ തൗഹീദിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ആളുകളാണ്. നിങ്ങൾ പഴയ തൗഹീദിൽ തന്നെ ഉറച്ചു നിൽക്കണം. അതോടുകൂടി ഇസ്ലാമിന്റെ എല്ലാ അടിസ്ഥാനമായ പ്രമാണങ്ങളെയും നിങ്ങൾ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ കണ്ടില്ലേ, പണ്ട് ഞങ്ങൾ പറഞ്ഞിരുന്ന ഹദീസുകളും ആയത്തുകളും അത് ഓതിക്കൊണ്ട് നിങ്ങൾ ഗണ്ണിക്കുന്നതാരാ? നിങ്ങൾ പഠിപ്പിച്ച ശിഷ്യന്മാർ തന്നെയാ. സക്കരിയ സലാഹി ജിന്ന് ബാധിക്കുമെന്നതിനും സിഹിർ ബാധിക്കുമെന്നതിനും ഹദീസും തെളിവും ഉദ്ധരിച്ചുകൊണ്ട് ഗണ്ണിക്കുകയല്ലേ നിങ്ങളെ? അതിന് ഇയാൾ പറയുന്നത് എന്താ പറയുക? ഹദീസ് ഉണ്ടായിട്ട് എന്താ കാര്യം? ഞങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കാത്തതൊക്കെ ഞങ്ങൾ തള്ളുന്നു. ക്രൂരമായ ഹദീസ് നിഷേധമാണ് നടക്കുന്നത്. കഴുതയെ കണ്ടാൽ അത് പിശാചിനെ കണ്ടിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ കോഴി കൂവിയിട്ടുണ്ടെങ്കിൽ അത് മലക്കിനെ കണ്ടുകൊണ്ടാണെന്ന് പറയുന്ന ഹദീസുകളൊക്കെ ഇയാൾ പുച്ഛിച്ചു തള്ളുകയാണ്. സലാം സല്ലമിയോട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. പട്ടിയും കുറുക്കനും ഓളിയിടുന്നത് പിശാചിനെ കണ്ടിട്ടാണ് പറയുന്നു. ഇതിന് വല്ല ഹദീസുമുണ്ടോ? ഹദീസ് ഞാൻ പറഞ്ഞില്ല, ഹദീസ് ഉണ്ടെന്ന് വെക്കുക. ഹദീസും ഖുറാനും ഒരേമാതിരി കാണരുത്. ഹദീസ് സനദ് സഹിയായി തന്നെ മത്തിന് അതിനെ പറഞ്ഞ ആശയം നോക്കണം. നോക്കൂ നിങ്ങൾ, ഇതൊക്കെ ഹദീസ് ശരിയാണെങ്കിൽ തന്നെയും അതിന്റെ മത്തിന് നോക്കണം, സനദ് ശരിയാണെങ്കിലും മത്തിന് നോക്കണം എന്നാണ് ഇയാൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇമാം ബുഖാരി വളരെ കറക്റ്റാ, ഒരു കളവും അദ്ദേഹത്തിൽ നിന്ന് വരില്ല. അദ്ദേഹത്തിന്റെ ഉസ്താദ് അതും റെഡിയാ, ഒരു കളവും വരാത്തയാളാ. അദ്ദേഹത്തിന്റെ ഉസ്താദ് ഒരിക്കൽ പോലും കളവ് പറയാത്തയാളാ. അങ്ങനെ സ്വഹാബി വര്യൻ കളവ് പറയാത്തയാളാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കൃത്യമായ പരമ്പരയോടുകൂടി ഒരു ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ അർത്ഥം സനദ് സ്വഹീയാണ് എന്നതിന്റെ അർത്ഥം എന്താ? അത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇയാൾ പറയുന്നു സനദ് സ്വഹീയാണെങ്കിലും മത്തിന് നോക്കണം, ആശയം നോക്കണം. എന്ന് പറഞ്ഞാൽ റസൂൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നമുക്ക് അപ്പടി അങ്ങ് വിഴുങ്ങാൻ പറ്റൂല. മറിച്ച് ആ പറഞ്ഞത് നമ്മുടെ ബുദ്ധി കൊണ്ട് ശരിയോ തെറ്റോ എന്ന് നോക്കണം. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിബൂക ഫീമാ ശജറ ബൈനഹും. നിങ്ങൾക്കിടയിൽ തർക്കമുള്ള വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ വിധികർത്താവാക്കുന്നത് വരെ നിങ്ങൾ സത്യവിശ്വാസിയാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആനാണ് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഓർമ്മ നമുക്ക് വേണം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെ പുച്ഛിച്ച് തള്ളുന്നു നോക്കൂ നിങ്ങൾ. ഞങ്ങൾ പറയുന്നത് പൂവൻകോഴി മലക്കിനെ കണ്ടിട്ടാണ് കൂവുന്നതെങ്കിൽ എന്താ പെടക്കോഴി കൂവാത്തത് എന്നാണ്. വല്ലാത്തൊരു ബുദ്ധി തന്നെ. ഈ ബുദ്ധി കൊണ്ട് എതിർക്കുന്നതിന്റെ കോലാണ്. എന്താ പെടക്കോഴി മലക്കിനെ കാണുന്നുണ്ടെന്ന് ആരാ പറഞ്ഞു? അങ്ങനെ മലക്കിനെ കണ്ടിട്ടുണ്ട് കാണുന്നുണ്ടെന്ന് വെക്കുക, എന്നാൽ കൂവണമെന്ന് ആരാ പറഞ്ഞ്? ഒരാൾ പാമ്പിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വലിയ ബേജാറോട് നിൽക്കുന്ന ആളുണ്ടാവും. അല്ലാതെ വളരെയധികം ഒരു പ്രശ്നമില്ലാതെ അതിനെ പിടിക്കുന്നയാളുണ്ടാവും. രണ്ടു മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ ഒരു വർഗത്തിന് അല്ലാഹു തആല പഠിച്ചത് അങ്ങനെയായിരിക്കും. ഇതിനെ കാണുമ്പോൾ കൂവാൻ പറ്റുന്ന പക്വതയിലായിരിക്കും, മറ്റേതല്ലാത്ത പക്വതയിലായിരിക്കും. ചിലരത് കാണാൻ പറ്റുന്ന പക്വതയിലേക്ക് പഠിച്ചിട്ടുണ്ടാവുക, വേറെ ചിലരെ കാണാൻ പറ്റാത്ത രൂപത്തിലായിരിക്കും. അതിലെന്താണ് യുക്തിക്കേടുള്ളത്? എന്നിട്ട് സ്വന്തം യുക്തി പറഞ്ഞുകൊണ്ട് ഹദീസുകളെ ഇദ്ദേഹം പുച്ഛിച്ചു തള്ളുന്നു. ഞാൻ 60 ഹദീസ് ദഈഫാക്കിയിട്ട് എന്താണ് സലഫി പ്രസ്ഥാനത്തിന് നഷ്ടം പറ്റിയത് എന്ന് കൂസലില്ലാതെ അദ്ദേഹം ചോദിക്കുന്നത് കേൾക്കുക. സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഇപ്പോൾ ചിലർ മുടി
മുഷ്ടി ചുരുട്ടിയാണ് എഴുന്നേൽക്കുന്നത്. സുഹൃത്തുക്കളെ സെഫുകളില്ല അകറ്റാണ് ഇങ്ങനെ ചെയ്യുന്നത്. സുല്ലമിയുടെ അഭിപ്രായം നോക്കി ഇതന്നെയാ പറഞ്ഞത്. ഞാൻ 60 ഹദീസ് ലൈഫാക്കിയിട്ട് മുജാഹിദ് എന്തെങ്കിലും നഷ്ടപ്പെട്ടുള്ള സുന്നത്ത് നിങ്ങൾ 60 ഹദീസ് ലൈഫാക്കിനെ പറയില്ല കൂട്ടർ. ഞാൻ ഹദീസ് ലൈഫാക്കിയോണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ചു പോകുന്ന ഏത് വിശ്വാസത്തിനെ നഷ്ടം സംഭവിച്ചത്, ഏത് സുന്നത്തെ അവർക്ക് നഷ്ടപ്പെട്ടത്? ഹദീസായിട്ട് മുജാഹിദ് മാറ്റം വന്നിട്ടില്ല. ബുഖാരിൽ 60 ഹദീസുകളായി മുസ്ലിം മുജാഹിദ് പ്രസ്ഥാനം നടന്നു പോകുന്ന പ്രവർത്തനത്തിനോ വിശ്വാസത്തിനോ മാറ്റമില്ല. അതെ, അപ്പൊ ഹദീസ് നിഷേധമാണ് മടവൂരിസ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അത് നേരെ നരകത്തിലേക്കുള്ള പാത. ഇത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് മുഴുവനും നിഷേധിച്ചുകൊണ്ട് ഞങ്ങളിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല എന്ന് പ്രാർത്ഥന തൗഹീദ് പുറം 102, 103 ഇസ്ലാഹ് മാസിക ഉദ്ധരിച്ചതാ. പ്രാർത്ഥന എന്ന പുസ്തകത്തിൽ ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനി പറഞ്ഞത് എന്താ? വിജന പ്രദേശത്തുണ്ടാകാനിടയുള്ള ജിന്നുകളോടും അതുപോലെ മലക്കുകളോടും സഹായാർത്ഥന ചോദിച്ചാൽ അത് പ്രാർത്ഥനയല്ല, ചോദിക്കാൻ പറ്റും. സുല്ലമി പറഞ്ഞത് എന്താ? മനുഷ്യ കഴിവിനതീതമായ ഏത് വിഷയത്തിലും അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ മുശ്രിക്ക് ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനി. കഴിഞ്ഞില്ല, നിങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട ഫാറൂഖി, കോയക്കുട്ടി ഫാറൂഖി, അദ്ദേഹം ഇതിനേക്കാൾ രസകരമായ സംഗതി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നില്ല, സക്കരിയ സലാഹി എന്ന് പറയട്ടെ. ഇതായിരുന്നു നിങ്ങള് സാക്ഷാൽ കോയക്കുട്ടി ഫാറൂഖി. അദ്ദേഹം എഴുതുകയാണ്, ജിന്നുകൾക്ക് അഭൗതികമായ കഴിവുകളുണ്ടെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകുമെന്ന് മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. സുല്ലമി ആത്തിറച്ചി ഞങ്ങൾ കലക്കും, വൈദ്യ വെച്ചോളി. സുല്ലമി ആത്തിറച്ചി ഞങ്ങൾ കലക്കും, വൈദ്യ വെച്ചോളി. സുല്ലമി ആത്തിറച്ചി ഞങ്ങൾ കലക്കും, വൈദ്യ വെച്ചോളി. ജിന്നുകൾക്ക് അഭൗതികമായ കഴിവുകളുണ്ടെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകുമെന്ന് മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. ജിന്നുകളുടെയോ മലക്കുകളുടെയോ പ്രവാചകന്മാരുടെയോ ഔലിയാക്കളുടെയോ കഴിവുകൾ അംഗീകരിച്ചാൽ മുശ്രിക്കാകുമെന്ന് മുജാഹിദുകൾക്കും വാദമില്ല. ഇയാളെന്താ പറഞ്ഞത്? മലക്കുകൾ സഹായിക്കും, ജിന്നുകൾ സഹായിക്കും എന്ന് വിചാരിച്ചാൽ ശിർക്കായി. നോക്കൂ നിങ്ങൾ, ഇപ്പോ മൗലവി ഗ്രൂപ്പിന്റെ അഭിപ്രായ പ്രകാരം മടവൂർ ഗ്രൂപ്പ് മുഴുവനും ഹദീസ് നിഷേധികൾ അവർ ഇസ്ലാമിന് പുറത്തു. മടവൂർ ഗ്രൂപ്പിന്റെ അഭിപ്രായ പ്രകാരം ഇവരെല്ലാവരും ഇസ്ലാമിന് പുറത്ത്. ഇതാ ഈ സെൻസിംഗിന് നൽകിയ അഭിമുഖത്തിൽ സലാം സുല്ലമി തന്നെ പറയുന്നുണ്ട്, മൗലവി വിഭാഗം മുശ്രിക്കുകളോ? അതെ, അവർ ശിർക്കിലേക്കുള്ള വാദങ്ങളാണ് ഉന്നയിക്കുന്നത്. അപ്പോ മടവൂർ ഗ്രൂപ്പിന്റെ അഭിപ്രായ പ്രകാരം മൗലവി ഗ്രൂപ്പ് മുഴുവനും മുശ്രിക്ക്. ഈ മൗലവി ഗ്രൂപ്പിൽ തന്നെ ജമീല ടീച്ചറുടെയും അതുപോലെ അബ്ദുറഹ്മാൻ ഇരിവേറ്റിയുടെയും മൂസവാണിമേലിന്റെയും ഒക്കെ അഭിപ്രായ പ്രകാരം സക്കരിയ സലാഹിയും പാലത്തും അതുപോലെ ഹാരിസ് ബിൻ സലീമും അടക്കമുള്ള ഒരു വലിയ വിഭാഗം മുശ്രിക്കുകൾ. അവരുടെ അഭിപ്രായ പ്രകാരം ഇവരൊക്കെ ഹദീസ് നിഷേധത്തിന്റെ പേരിൽ ഇസ്ലാമിന് പുറത്ത്. എന്നാ പിന്നെ മടവൂർ ഗ്രൂപ്പിന്റെ അഭിപ്രായമോ? അവര് പരസ്പരം മടവൂർ ഗ്രൂപ്പിന്റെ സലാം സുല്ലമിയുടെ അഭിപ്രായ പ്രകാരം സലാം സുല്ലമി തന്നെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് അയാൾക്ക് നേരെ ജസ്റ്റ് ഓപ്പോസിറ്റായി വരുന്നു. അയാളുടെ അഭിപ്രായ പ്രകാരം അയാൾ തന്നെ മുശ്രിക്കായി വരുന്നു. രണ്ടാമതായി അവരുടെ ടോപ്പ് നേതാവായ അബ്ദുൽ ഹമീദ് മദനി, അദ്ദേഹവും പറയുന്നത് മലക്കുകളോടും ജിന്നുകളോടും സഹായം ചോദിക്കാൻ പറ്റുന്നോ? അപ്പൊ മടവൂർ ഗ്രൂപ്പിൽ തന്നെ അവിടെയും മറ്റൊരു ചുരുക്ക് വരുന്നു. കഴിഞ്ഞില്ല, കോയക്കുട്ടി ഫാറൂഖി, അയാൾ ഒരു വിഭാഗത്തിൽ തന്നെ ശിർക്കുകൾ മുശ്രിക്കുകൾ അങ്ങോട്ട് മുശ്രിക്കുകളാൽ നയിക്കപ്പെടുന്ന ഒരു കമ്മിറ്റി, ഇപ്പുറത്തും പരസ്പരം ശിർക്ക് ചെയ്യുന്ന ശിർക്ക് ആരോപിക്കുന്ന ആളുകൾ തമ്മിൽ നയിക്കുന്ന ഒരു കമ്മിറ്റി. ഈ കൂട്ടായ്മയാണ് അവരുടെ തന്നെ വീക്ഷണം. ഞാൻ ആരെയും മുശ്രിക്കാക്കുന്നില്ല, അവരുടെ തന്നെ വീക്ഷണത്തിൽ പരസ്പരം മുശ്രിക്കുകളായ ആളുകളാണ് വലിയ വിഭാഗം വരുന്ന മുസ്ലിം ജനകോടികളെ മുഴുവനും മുശ്രിക്കുകളും അബൂജഹലിനേക്കാൾ വലിയ കാഫറുകളുമാക്കി മാറ്റുന്നത്. ചരിത്രത്തിൽ ഇതിനേക്കാൾ വലിയൊരു വൈപരീത്യം ഉണ്ടായിട്ടുണ്ടോ സുഹൃത്തുക്കളെ? എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഇടക്കിടക്ക് ആശയങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്? നേതാക്കന്മാർ പറയുന്നതനുസരിച്ച്
അപ്പടി വിഴുങ്ങിക്കൊണ്ട് ഈ സമൂഹം ഇവരുടെ പിന്നാലെ പോകുന്നുണ്ടല്ലോ തൗഹീദിന്റെ പേരിൽ. ഒരു ഡ്രസ്സ് മാറ്റുന്നത് പോലെ, നമ്മളെ ഷൂ അഴിച്ചു വെക്കുന്നത് പോലെ ഇഷ്ടമുള്ളപ്പോ തൗഹീദ് ഇങ്ങനെ മാറ്റി പറയുമ്പോ അതിനനുസരിച്ച് ഒരു ന്യൂനപക്ഷമെങ്കിലും ഇവരുടെ പിന്നാലെ പോകുന്നുണ്ടല്ലോ. ഇവരെ നയിക്കുന്ന വികാരം എന്താ? അത് ഇവരുടെ നേതാക്കന്മാർ ഇവർ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത് പോലെ നിന്നാ മതി. ഞങ്ങൾ തെറ്റ് ചെയ്താൻ പറഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യുക. അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് പടച്ച റബ്ബ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ അങ്ങ് പറഞ്ഞേച്ചാ മതി. അത് കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞത് ഞങ്ങൾ ചെയ്തതാണ് പടച്ചോനെ എന്നങ്ങ് പറഞ്ഞാൽ ഞങ്ങളത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ഇവരുടെ പ്രസിഡന്റ് പറയുന്നു. മറിച്ച് സംഘവും നേതൃത്വം പറയുന്നതിനെ ധിക്കരിച്ചവർ അത് പ്രവാചകന്റെ അനുയായികളുടെ മാർഗമല്ല. അത് ധിക്കരിച്ച സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ ജമാഅത്തിന്, നമ്മുടെ സംഘത്തിന്, നമ്മുടെ കൂട്ടായ്മക്ക് വലിയ അപകടകരമായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യം നാം പ്രത്യേകമായി ഓർക്കണം. നാം ഒരു പ്രതിസന്ധിയിലാണ്. നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. ആ നേതൃത്വം എടുത്ത തീരുമാനം അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവരിൽ ചുമത്താൻ നാം തയ്യാറാവുക. പരലോകത്തെ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബേ ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിനെ പിന്തുടർന്നത്, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഈ പണ്ഡിതന്മാരാണ് ഞങ്ങളെ വഴികേൽപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക. അത് ഏറ്റെടുക്കാൻ ജംഇയ്യത്തുൽ ഉലമ തയ്യാറാണ് എന്ന കാര്യം ഞാനിവിടെ പറയാം. നിങ്ങൾ തെറ്റ് ചെയ്യുക, ഞങ്ങൾ പടച്ചവന്റെ മുമ്പിൽ ഏറ്റെടുത്തു കൊള്ളാം. ഇത് പണ്ട് മക്കാ മുശ്രിക്കുകളും ജൂതന്മാരും പറഞ്ഞ ആശയമാണ്. കാഫിരീങ്ങളായ ആളുകൾ മുഅ്മിനീങ്ങളായ ആളുകളോട് പറഞ്ഞു, ഇത്തബിഉ സബീലനാ, ഞങ്ങളുടെ മാർഗം, ഈ തെറ്റുകൾ നിങ്ങൾ പിൻപറ്റുക. ഫൽനഹ്മിൽ ഖതായാകും, നിങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം. ഈ പറഞ്ഞ ആളുകളുടെ അവതാരങ്ങൾ പുരോഹിതന്മാർ ഇതാ പുനർജനിച്ചിരിക്കുന്നു. സഹോദരന്മാരെ, നാം വളരെയധികം ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. നിർത്തുകയാണ്. ഇതുവരെ പറഞ്ഞതിന്റെ ചുരുക്കം, ലോക മുസ്ലിമീങ്ങളെ കാഫിറാക്കാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ ഒരു പുതിയ തൗഹീദ് നിർമ്മിച്ചു. ആ തൗഹീദ് എന്താണ്? മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യുന്നവൻ അല്ലാഹു മാത്രമാണ്. അല്ല എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. അതുകൊണ്ട് മുഹീദ്ദീൻ ശൈഖ് സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ, മറഞ്ഞ വഴിക്ക് മുഹീദ്ദീൻ ശൈഖ് സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അത് ശിർക്കാണ്, അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന് വാദിച്ചുകൊണ്ട് മുസ്ലിം ലോകത്ത് മുശ്രിക്കാക്കാൻ വന്ന ആളുകൾ, യഥാർത്ഥത്തിൽ അവിടെ മുസ്ലിമീന്റെ വിശ്വാസം മറഞ്ഞ വഴിക്കാണെങ്കിലും തെളിഞ്ഞ വഴിക്കാണെങ്കിലും സഹായിക്കുന്നവൻ അള്ളാഹു മാത്രമാണ്, മുഹീദ്ദീൻ ശൈഖ് കാരണമാണ്. ഇങ്ങനെ അർദ്ധ തൗഹീദിന്റെ ആളുകൾ പൂർണ്ണ തൗഹീദിന്റെ ആളുകളെ മുശ്രിക്കുകളാക്കിക്കൊണ്ട് രംഗപ്രവേശം ചെയ്തു. എന്നിട്ട് ഒരു പ്രത്യേക പ്രതിസന്ധിയിൽ അവരതാ പരസ്പരം ഭിന്നിക്കുകയും $1 വെളിച്ചത്തിൽ, ഞാൻ മടവൂരികളുടെ വാക്ക് കടമെടുത്തുകൊണ്ട് പറയുകയാണ്, അതായത് അറബികളുടെ സ്വാധീനത്തിന്റെ ഫലമായി അറബികൾ ജിന്നുകളിൽ വിശ്വസിക്കുന്നവരാണ്, അവര് സിഹറിൽ വിശ്വസിക്കുന്നവരാണ്, മന്ത്രത്തിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പൊ അവരുടെ ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട് ദുനിയാവ് മോഹിച്ചുകൊണ്ട് അവരുടെ തൗഹീദിൽ മാറ്റങ്ങൾ വരുത്തി. ജിന്നിനോട് സഹായം ചോദിക്കാമെന്നും ജിന്ന് സഹായിക്കുമെന്നും രോഗമുണ്ടാക്കുന്നതിൽ ജിന്നിന് പങ്കുണ്ടെന്നും ജിന്ന് നമ്മുടെ ശരീരത്തിൽ കൂടുമെന്നും എന്നൊക്കെ അവർ പറയാൻ തുടങ്ങി. കണ്ണേറ് സത്യമാണെന്നും സിഹറ് ബാധിക്കുമെന്നും പറയാൻ തുടങ്ങി. ഇതിന്റെ പേരിലായിരുന്നു മുസ്ലിമീങ്ങളെ ഖുറാഫാത്ത് ആരോപിച്ചിരുന്നത് ഒരു കാലഘട്ടത്തിൽ. പക്ഷെ എന്നിട്ടും പിശാചിനോട് സഹായം ചോദിക്കാൻ പറ്റുമെന്ന് പറയുമ്പോഴും മഹാന്മാരോട് സഹായം ചോദിക്കാൻ പറ്റൂല എന്നാണ് ഇവർ പറഞ്ഞത്. പിശാചിനോട് സഹായം ചോദിക്കാമെന്ന് പറ്റുമെന്നതിന് തെളിവായിട്ട് ഇവർ ഉദ്ധരിച്ച തെളിവെന്താണ്? അത് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാം ഇഫ്രീത്ത് ജിന്നിനോട് സഹായം ചോദിച്ചു. അതിന്റെ തൊട്ടപ്പുറത്ത് ഇഫ്രീത്ത് ജിന്ന് ഞാനങ്ങ് സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് അവരുടെ താജ് കൊണ്ടുവരാമെന്ന് പറയുന്ന സമയത്ത് മഹാനായ ആസഫ് ബർഖിയ എന്ന് പറയുന്ന കിതാബിൽ നിന്ന് ഇൽമ് നൽകപ്പെട്ട ഒരു മഹാമാനുഷ്യൻ അവിടുന്ന് പറഞ്ഞല്ലോ, വലിയായ ആസഫ് ബർഖിയ, അങ്ങയുടെ കണ്ണ് ഇവ വെട്ടി തുറക്കുന്നതിന് മുമ്പ് ആ സിംഹാസനം ഞാൻ ഇവിടെ കൊണ്ടുവന്നു വരാം. അങ്ങനെ ജിന്നിനോട് ചോദിക്കാൻ പറ്റുമെന്നതിന് തെളിവാണെങ്കിൽ അപ്പുറത്ത് തന്നെ മഹാന്മാരോടും അഭൗതികമായ വിഷയത്തിൽ സഹായം ചോദിക്കാൻ പറ്റുമെന്നതിന് തെളിവല്ലേ? പക്ഷേ അത് ഇവർ മൂടി വെച്ചു. എന്നിട്ട് പിശാചിലേക്കുള്ള വഴി സുതാര്യമാക്കി കൊടുക്കുന്ന ഏറ്റവും വൃത്തികെട്ട ഏർപ്പാടാണ് ഇവർ ചെയ്തത്. ഇവർക്ക് ജിന്ന് കൂടിയപ്പോ സാധാരണക്കാർക്ക് കൂടിയതുപോലെയല്ല. ഇവർക്ക് തേങ്ങ ഒലിക്കുമ്പോഴും ജിന്നിനെ പേടിക്കണം, മൂത്രമൊഴിക്കുമ്പോഴും ജിന്നിനെ പേടിക്കണം, ചുടുവെള്ളം ഒഴിക്കുമ്പോഴും ജിന്നിനെ പേടിക്കണം. ചിലപ്പോൾ അറിയാതെ ജിന്നുകളെ മനുഷ്യന് കൊന്നെന്ന് വരും, അല്ലെങ്കിൽ മുറിവേൽപ്പിച്ചെന്ന് വരും. ഉദാഹരണമായിട്ട് നമ്മളുടെ കൂടെ ജീവിക്കുന്ന ഒരു വിഭാഗമാണിവർ. നമ്മൾ ചിലപ്പോൾ മേശ ഒന്നങ്ങ് അടുപ്പിച്ചിടുമ്പോൾ ജിന്നടക്ക് കുടുങ്ങിയിട്ടുണ്ടാവും.
അല്ലെങ്കിൽ ചിലപ്പോ അടുപ്പെന്ന് ചൂടോടെടുത്ത് അങ്ങോട്ട് വെച്ചപ്പോ ജിന്നിന്റെ ദേഹത്തായിരിക്കും വീണ്ടുണ്ടാകാം. അല്ല തേങ്ങ വലിച്ചിട്ടപ്പോ ജിന്നിന്റെ പുറത്തായിരിക്കും വീണ്ടുണ്ടാകാം. നമ്മൾ കാണുന്നില്ലല്ലോ. പക്ഷെ ജിന്നുകൾ വിചാരിക്കും ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യും? അറ്റാക്ക്. ഈ രൂപത്തിൽ ഒരു പുതിയ ഇസ്ലാം കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്തു. ഇങ്ങനെ മുസ്ലിമീങ്ങളെ കാഫറാക്കിയവർക്ക് അല്ലാഹു തആല അതേ നാണയത്തിൽ തിരിച്ചടി നൽകുന്ന കൗതുകകരമായ രംഗങ്ങൾക്കാണ് നാം സാക്ഷിയായത്. അതുകൊണ്ട് അള്ളാഹുവിനെ പേടിക്കുന്ന, ഖബറിൽ പോകണമെന്ന് വിചാരിക്കുന്ന, നാളെ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയണമെന്ന് വിശ്വസിക്കുന്ന, ഈമാൻ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും കാത്തു സൂക്ഷിക്കുന്ന ഏതെങ്കിലും വിശ്വാസികളുണ്ടെങ്കിൽ അവര് മനസ്സിലാക്കണം, ഇവര് ദിവസവും തൗഹീദ് മാറിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇവരുടെ പിന്നാലെ പോയാൽ നാളെ പടച്ചവൻ നമ്മളെ വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മതത്തിൽ പരിഷ്കരണം നടത്തി പൗരോഹിത്യം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാതിരിമാരുടെ, പുരോഹിതന്മാരുടെ ശർറിൽ നിന്ന് നമ്മെ, നമ്മുടെ സന്താനങ്ങളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പിശാച് മുന്നിലൂടെയും പിറകിലൂടെയും സൈഡിലൂടെയും വരുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. പല കോലത്തിലുമായിരിക്കും വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. റഹ്മാനായ അല്ലാഹ്, ഈ ബിദ്അത്തിന്റെ ശർറിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് യഥാർത്ഥ മുഅ്മിനായി മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين بأنواع رحمتك يا أرحم الراحمين.